പ്രകൃതിയോടിണങ്ങി കാടിന്റെ മടിത്തട്ടിലുള്ള ഒരു കാവിലേക്കായാലോ ഇന്നത്തെ യാത്ര? ഒറ്റപ്പാലം ലക്കിടിയിലുള്ള മുളഞ്ഞൂർ കാവിലേക്കാണ് ഇന്ന് നമ്മൾ പോണത്. ലക്കിടി മംഗലത്ത് നിന്ന് മുരിക്കുംപറ്റ റോഡിൽ പാതക്കടവ് സെൻട്രലിൽ നിന്ന് മുകളിലേക്ക് പോയാൽ കാവിന്റെ റോഡിലേക്ക് എത്തും. ലക്കിടിയിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഇങ്ങോട്ട് എത്താൻ. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു കാവാണിത്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദേവീ സങ്കല്പം. ഉപാസനാമൂർത്തിയായി വനദുർഗയാണ്. കാവിന്റെ മുൻവശം വരുന്നത് പടിഞ്ഞാറേക്കാണ്. കാവിന്റെ തെക്കു പടിഞ്ഞാറേ ഭാഗത്തായി ഊനിയമ്മ എന്ന ഭഗവതി കൂടെയുണ്ട്. ഈ ഭഗവതിയുടെ മുൻപിൽ പ്രാർത്ഥിച്ച് ആ കാര്യം സാധിച്ചാൽ അതിന്റെ മരത്തിലുള്ള രൂപം ആളുകൾ ഇവിടെ വഴിപാടായി സമർപ്പിക്കാറുള്ളത് ഒരു പതിവാണ്. നല്ല എസ്തറ്റിക് ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾക്കും ഈ കാവ് വേദിയായിട്ടുണ്ട്. കേരളത്തിന്റെ ഫിലിം സിറ്റി എന്ന് തന്നെ ഒറ്റപ്പാലത്തെ പറയുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കാവിന്റെ മുന്നിലൂടെയുള്ള ഈ വഴി നടന്നെത്തുന്നത് പത്തായപ്പുരയിലേക്കാണ്. ഏകദേശം 72 വർഷത്തോളം പഴക്കമുണ്ട് ഈ പത്തായപ്പുരയ്ക്ക്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ വീട്. ആ സിനിമകളെ കുറിച്ച് അറിയാവുന്നവർ പേര് കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ. പത്തായപ്പുരയുടെ സൈഡിലൂടെ നടന്നാൽ എത്തുന്നത് കുളത്തിലേക്കാണ്. കണ്ടു നിന്നു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച. കുളത്തിലേക്കുള്ള ഈ കൽപ്പടവും പഴയ തറവാടും കുളവുമെല്ലാം ആ പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് കാണുന്നത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല കേട്ടോ. നല്ല വെയിലുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്നിട്ടും ഇവിടെ ഇടതൂർന്ന മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത്. കാട്ടിനുള്ളിലേക്കുള്ള ചെറിയ വഴികളൊക്കെ കാണാമെങ്കിലും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല. നേരെ കാവിലോട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. അവിടുത്തെ കാഴ്ചകളോടെ യാത്ര പറയാൻ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വീണ്ടും പോവാമെന്ന് സമാധാനിച്ച് ഞങ്ങൾ ഇറങ്ങി. അമ്പലത്തിൽ വന്നാൽ പിന്നെ അടുത്ത പരിപാടി മസാല ദോശ കഴിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് നോക്കി കയറി മസാല ദോശയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. പാലക്കാടിൻ്റെ ദൃശ്യഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാനായി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.